ഹായ്, നമ്മൾ ലാറ്റക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സെൻറ്റൻസുകളൊക്കെ എങ്ങനെ ടൈപ്പ് ചെയ്യാം, അതിൻ്റെ ഫോണ്ട് എങ്ങനെ മാറ്റാം, അതെങ്ങനെ ഇറ്റാലിക്സിലാക്കാം, അതെങ്ങനെ ബോൾഡ് ആക്കാം, പാരഗ്രാഫ് ആക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ മാത്തമാറ്റിക്സ് എങ്ങനെ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. തുടക്കത്തിലെ ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ലെസ്ലി ലാംബോർട്ട് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആണ് ഈ ടെക് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചതെന്നും. അതായത് പുള്ളിയുടെ ഒരു ബുക്ക് എഴുതുന്ന സമയത്ത് പുള്ളിക്കുണ്ടായ മാത്തമാറ്റിക്സ് ടൈപ്പ് ചെയ്യാനുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് പുള്ളിയെ കൊണ്ട് ഇതേപോലെ ഒരു ലാറ്റക് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിലേക്ക് എത്തിച്ചേരാൻ കാരണമായത്. അപ്പോൾ പണ്ട് കാലത്ത് ഈ മാത്തമാറ്റിക്സ് ടൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചു നിരത്തി ചെയ്തുകൊണ്ടിരുന്നത് അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ സാധനം വളരെ നിസ്സാരമായിട്ടും വളരെ മനോഹരമായിട്ടും ഈ ടെക്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്ങനെ മാത്തമാറ്റിക്സ് നമുക്ക് ഈ ലാറ്റക്കിൽ ടൈപ്പ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, ഈ ലാറ്റക്കിൻ്റെ സാധനം തുടങ്ങുന്ന ഡോക്യുമെൻറ്റ് ക്ലാസ് ആർട്ടിക്കിൾ, ബിഗിൻ ഡോക്യുമെൻറ്റ്, എൻഡ് ഡോക്യുമെൻറ്റ്, ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അപ്പോൾ എങ്ങനെ ഇക്വേഷൻസ് ടൈപ്പ് ചെയ്യാമെന്ന് പറയാം. ഞാൻ ആദ്യം തന്നെ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എങ്ങനെ ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. റൂട്ട് എക്സ്. ഓക്കെ, അപ്പം അതെങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ബിഗിൻ ഡോക്യുമെന്റിന്റെയും എൻഡ് ഡോക്യുമെന്റിന്റെയും ഇടയിലായിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളത്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഇതെങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് /sqrt. ഇതാണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ സജഷൻസ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ ഇത് ഞാൻ കൊടുക്കും. അപ്പോൾ എന്നിട്ട് എനിക്ക് എന്താ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് അല്ലേ വന്നത്, ഞാനത് കൊടുക്കും. /sqrt ഓഫ് എക്സ്. അപ്പോൾ അത് വന്നോ ഇല്ലയോ എന്നൊന്ന് നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്ത് നോക്കുന്നത് എവിടെയാണ്? ഇതാ കമ്പൈൽ, ബിൽഡ് ആൻഡ് വ്യൂ കൊടുക്കുമ്പോഴേക്കും ഇത് കണ്ടോ, ദ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്. ചുമ്മാ ഒരു കോമ ഇട്ടേക്കാട്ടോ ഇവിടെ. ഓക്കെ, എന്നിട്ട് ടൂൾസിനകത്ത് പോയിട്ട് ബിൽഡ് ആൻഡ് വ്യൂ കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്നുള്ള സംഭവം വന്നു. ദ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ടൈപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ആ കമാൻഡ് കൊടുത്തു /sqrt ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ചു കാണും അല്ലേ, ഈ ഡോളർ സിമ്പിൾ ഇവിടെ തെളിഞ്ഞു വന്നത്. അതായത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എന്ത് വേണോ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിൻ്റെ ഇടയിലാണ്, ഈ രണ്ട് ഡോളർ സിമ്പിളിൻ്റെ ഇടയിലാണ് നിങ്ങൾ അത് ടൈപ്പ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കീബോർഡിൽ 4 എന്ന് പറയുന്ന നമ്പറിൻ്റെ മുകളിൽ ഉണ്ട്. അത് ഷിഫ്റ്റ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് ടെക് ലൈവ് ആയതുകൊണ്ടാണ് ഇൻബിൽറ്റ് ആയിട്ട് ആ സാധനം കമാൻഡ് തെളിഞ്ഞു വന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഫ്യൂഷൻ മെത്തേഡിൽ തന്നെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇവിടെ ഈ ഡോളർ സിമ്പിൾ ഇല്ല എന്ന് വിചാരിക്കുക. നമ്മൾ ഡോളർ സിമ്പിൾ ഇല്ലാതെ തന്നെയാണ് ഈ XQRT ടൈപ്പ് ചെയ്തതെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കുന്നു. അപ്പോഴേക്കും എന്ത് കാണിക്കും, മാത്തമാറ്റിക് ടൈപ്പ് സെറ്റിംഗ് .tech എറർ മിസ്സിംഗ് ഡോളർ ഇൻസേർട്ടഡ്. അതായത് ഇതിപ്പോൾ നേരത്തെ കമ്പൈൽ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ കിട്ടിയത്. അല്ലെങ്കിൽ ഇതെന്ത് കിട്ടത്തില്ല, ഇത് സാധനം ഇവിടെ വരത്തില്ല. അപ്പോൾ /sqrt ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഈ സാധനം മാത്രമേ ഇവിടെ വരത്തുള്ളൂ. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സാധനം, ആ ടെക്കിന് ആ സാധനം എന്താണെന്നുള്ളത് മനസ്സിലായില്ല, ആ കമാൻഡ് എന്താണെന്നുള്ളത് പിടികിട്ടിയില്ല. ആ കമാൻഡ് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, അത് ഡോളർ സിമ്പലിൻ്റെ ഇടയിലായിട്ടാണ് ആ സാധനം കൊടുക്കേണ്ടത്. അപ്പം ടെക് ലൈവ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ, ഈ ഒരു സാധനത്തിനകത്ത് ഇത് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ എന്ത് സാധനം ഇതുപോലത്തെ ചെയ്യുന്ന സമയത്തും മാത്തമാറ്റിക്സ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുക, ഡോളർ സിമ്പലിനകത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ചോദിച്ചു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് കൊടുത്തു. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് വൈ എന്ന് കൊടുത്താലോ, എക്സിന് പകരം വൈ ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോഴോ എന്നിട്ട് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. FI സ്ക്വയർ റൂട്ട് ഓഫ് വൈ. ഇനി വൈയുടെ സ്ഥാനത്ത് YTY എന്നൊക്കെ കൊടുത്തിട്ടാണെങ്കിലോ ഒന്നുകൂടെ കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ബിൽഡ് ആൻഡ് വൈ. ഇത് കണ്ടോ, റൂട്ട് ഓഫ് ITY എന്ന് കിട്ടും. അതായത് ഒരു സ്ക്വയർ റൂട്ടിനകത്ത് എന്ത് സാധനം വേണോ നമുക്ക് ചെയ്യാം. അത് എങ്ങനെയാണ് അതിൻ്റെ കമാൻഡ് /sqrt
ഇത് ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്നുള്ള സാധനമാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത് പിടികിട്ടി. ഓക്കെ, ഇനി ഇപ്പം ഞാനൊരു കാര്യം ചോട്ടെ. ഇപ്പം ഇവിടെ ഈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഈ എക്സ് എന്ന് പറയുന്ന സാധനം, ഇവിടെ ഞാൻ എക്സ് എന്ന് പറയുന്ന സാധനം ഡോളറിന്റെ ഇടയിൽ വെറുതെ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്നിട്ട് ഒന്നും കൂടെ കമ്പയർ ചെയ്യിപ്പിച്ച് നോക്കുന്നു. അപ്പോൾ കമ്പയർ ചെയ്യിപ്പിച്ച് നോക്കുമ്പോൾ എക്സിന് ചെറിയൊരു വ്യത്യാസം വന്നു അല്ലേ? അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേറൊരു എക്സും കൂടെ ഞാൻ എഴുതിയിട്ട് കമ്പയർ ചെയ്യിപ്പിക്കാം. നോക്കാം, കണ്ടോ? ഡോളർ സിമ്പിനകത്ത് വരുന്ന എക്സും അല്ലാതെ നമ്മൾ നോർമൽ സെന്റൻസ് എഴുതുമ്പോൾ വരുന്ന എക്സും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അതായത് ഇപ്പൊ മാത്തമാറ്റിക്സിൽ വേരിയബിൾ എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഉണ്ടല്ലോ, അതായത് ഒരു സാധനം വേരിയബിൾ ആണ്, അതായത് മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന എക്സ് ആണ് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക? ഡോളർ സിമ്പിളിനകത്ത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു സാധാരണ അക്ഷരങ്ങളിൽ നിന്ന് വ്യത്യാസമായി കാണിക്കുന്നു. അതായത് മാത്തമാറ്റിക്സിൽ ഏത് കാര്യം നമ്മൾ ടൈപ്പ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുക? ഡോളർ സിമ്പിളിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുക. എങ്കിൽ മാത്രമേ ആ കമാൻഡ് കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പം ദ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനവും ഡോളർ സിമ്പിളിനകത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അടുത്തത്, അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വന്നു. അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇപ്പോൾ എങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഇതൊക്കെ ആദ്യ കാലങ്ങളിൽ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ക്യൂബ് റൂട്ടൊക്കെ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്നുണ്ട്. ദ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് അതിനും അതിന്റെ കമാൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? നേരത്തെ ചെയ്ത അതേ കമാൻഡ് ദ സ്ലാഷ് XQRT. ഇവിടെ SQRT അടിക്കുമ്പോൾ സ്ലാഷ് SQRT ഓഗ്, അതുപോലെ സ്ലാഷ് SQRT റൂട്ട് ആർ എന്നും പറഞ്ഞ് രണ്ട് ടൈപ്പ് കമാൻഡ് വരും. അതിൽ സെക്കൻഡ് കമാൻഡ് കൊടുക്കുക. ഓക്കെ, അതിൽ ക്യൂബ് റൂട്ട് ആണെങ്കിൽ 3 എന്ന് കൊടുക്കുക. അവിടെ ആരുടെ ക്യൂബ് റൂട്ടാണോ എടുക്കേണ്ടത് അയാളെ പ്ലേസ് ചെയ്യുക. അതായത് എക്സിന്റെ ആണ് ക്യൂബ് റൂട്ട് എടുക്കേണ്ടത്. എന്നിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക്. ദ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് വന്നുണ്ടോ? ദ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് അതിന്റെ കമാൻഡ് എന്താണ്? സ്ലാഷ് SQRT ഏതിൻ്റെയാണോ? അപ്പൊ അടുത്തത് ഫോർത്ത് റൂട്ട് ആണെങ്കിലോ? ദ ഫോർത്ത് റൂട്ട് ഓഫ് ജി ആണെങ്കിലോ? കമാൻഡ് കൊടുക്കുക സ്ലാഷ് SQRT റൂട്ടിന്റെ അവിടെ 4 കൊടുക്കുക, ജി എന്ന് കൊടുക്കുക. എന്നിട്ട് കമ്പയർ ചെയ്യിപ്പിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ എന്ത് വരും? ദ ഫോർത്ത് റൂട്ട് ഓഫ് ജി. സ്വാഭാവികമായിട്ട് മാത്തമാറ്റിക്സ് ആർ എന്ത് കാര്യം കിട്ടിയാലും ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും? അത് ഇൻ ജനറലി ആക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അല്ലേ? ഓക്കെ, അടുത്തത് അപ്പം നമുക്ക് എന്താണ് nth റൂട്ട് എങ്ങനെ? ദ nth റൂട്ട് ഓഫ് എക്സ് എങ്ങനെ ടൈപ്പ് ചെയ്യാന്നുള്ളത് നോക്കാം. nth റൂട്ട് ഓഫ് എക്സ് എങ്ങനെ ടൈപ്പ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ അതെങ്ങനെ ആയിരിക്കും? സ്ലാഷ് SQRT നേരത്തെ പോലെ തന്നെ റൂട്ട് ഈ കമാൻഡ് കൊടുക്കുക. അവിടെ റൂട്ടിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? n എന്ന് കൊടുക്കുക. ആർഗിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എക്സ് എന്ന് കൊടുക്കുക. നമുക്ക് കമ്പയർ ചെയ്യിപ്പിച്ച് നോക്കാം. അത് അടുത്ത ലൈനിലേക്ക് പോകാനായിട്ട് ഇവിടെ സ്ലാഷ് ഇട്ടു. എന്നിട്ട് ഒന്നും കൂടെ കമ്പയർ ചെയ്യിപ്പിച്ച് നോക്കാം. F5. അപ്പൊ എന്ത് കിട്ടും? ദ nth റൂട്ട് ഓഫ് എക്സ് എന്ന് കിട്ടി. അതായത് ഇപ്പൊ ഒരു സ്ക്വയർ റൂട്ട് സ്ലാഷ് SQRT എന്ന് പറയുന്നതാണ് ലാറ്റക്കിനകത്ത് എന്താണ് ഈ ക്യൂബ് റൂട്ട്, ഫോർത്ത് റൂട്ട്, nth റൂട്ടുകളൊക്കെ എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളത്. അത് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. സ്ലാഷ് SQRT എന്ന് പറയുന്നതാണ് അതിന്റെ കമാൻഡ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഡോളർ സിമ്പലിന്റെ അകത്താക്കിയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി പവർ വരുന്ന AX² ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകണം. AX² + BX + C എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകണം. അതിപ്പം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് AX², അതായത് ഞാൻ AX² +
bx plus c equal to 0. ഇതാണ് എനിക്ക് ടൈപ്പ് ചെയ്യേണ്ട ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് ഇപ്പം എങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരും? ഇത് ഡോളർ സിമ്പിളിൻ്റെ അകത്തായിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഡോളർ സിമ്പിൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഒന്ന് ബിൽഡ് ആൻഡ് വ്യൂ കൊടുക്കാം. അപ്പോൾ ax2 പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. നമുക്ക് എന്താ വേണ്ടത്? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അപ്പോൾ ax² എങ്ങനെ എക്സിന്റെ മേലെ 2നെ കൊണ്ടുവരാം, എക്സിന്റെ പവർ ആക്കി എങ്ങനെ 2നെ എക്സ്പ്രസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ അതിന് ഈ ഒരു ക്യാരറ്റ് സിമ്പിൾ കൊടുക്കുക. ഏത് ക്യാരറ്റ് സിമ്പിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാരോ ഒരു എന്താണ് നമ്മളുടെ ഈ കീബോർഡിൽ 6 എന്ന് പറയുന്ന നമ്പർ ഡിജിറ്റിന്റെ മുകളിൽ ഒരു സിമ്പിൾ കിടപ്പുണ്ടല്ലോ, ആ ക്യാരറ്റ് സിമ്പിൾ എന്ന് പറയും. ആ സിമ്പിൾ ഉപയോഗിച്ചിട്ട് ആ അപ്പാരോ കൊടുക്കുക. ആ അപ്പാരോ കൊടുക്കുന്ന സമയത്ത് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇതൊന്ന് കമ്പൈലേപ്പിച്ച് നോക്കാം നമുക്ക്. അപ്പൊ കണ്ടോ, എക്സിന്റെ മേലെ ചാടിക്കേറി ആര്? ആ 2 എന്ന് പറയുന്ന നമ്പർ അതിന്റെ മേലെ കയറി. അപ്പോൾ അപ്പോൾ ആ ഒരു പവർ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0, അതായത് എക്സിന്റെ മേലെ 2 എങ്ങനെ ഇത് വന്നു എന്നുള്ളത് വ്യക്തമായി. ഇപ്പൊ സപ്പോസ് ഈ ax² സ്ഥാനത്ത് ഞാൻ ഇവിടെ 20 ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. കണ്ടോ, അപ്പോൾ ax² 0 എന്നാണ് അത് വായിച്ചത്. അപ്പൊ ഈ ax⁻20 എന്നാവണമായിരുന്നു ഇത്. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? അത് വരാനായിട്ട് ഒരു ആ ax പവർ കഴിഞ്ഞിട്ട് വരുന്ന ആരൊക്കെ അതിൻ്റെ അകത്ത് എക്സിന്റെ മുകളിൽ വരണം എന്നുണ്ടെങ്കിൽ അവരെ എല്ലാം ഒരു കേർലി ബ്രാക്കറ്റിന്റെ അകത്ത് റെപ്രസെന്റ് ചെയ്യുക. എന്നിട്ടൊന്നും കൂടെ കമ്പൈലേപ്പിച്ച് നോക്കാം. അപ്പോൾ എന്താണ്? x⁻20 എന്നായി. ax⁻20 പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന് നമുക്ക് അവിടെ കിട്ടി. അതായത് എക്സിന്റെ പവർ ⁻20 എന്നാണ് വരേണ്ടതെങ്കിൽ ആ എഴുതുന്ന ആൾക്കാരെ അത്രയും പേര് നമ്മൾ എന്തിന്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്? കേർലി ബ്രാക്കറ്റിന്റെ അകത്ത് ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ആ കംപ്ലീറ്റ് ആൾക്കാരും അതിന്റെ അകത്ത് വരത്തുള്ളൂ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ എന്ത് റൂട്ട് എന്ന് എഴുതി, ഈ എന്ത് റൂട്ട് എന്ന് എഴുതിയതിൻ്റെ അകത്ത് ഞാൻ കാര്യം പറയാണ്. എന്ത് റൂട്ട് എന്ന് എഴുതി, അപ്പം ഇവിടെ ഈ th എന്ന് പറയുന്ന ഞാൻ ഇവിടെ n റേസ്റ്റ് അപ്പാര കൊടുത്തു. അപ്പൊ നോക്കാം ഒരു ടി മാത്രമേ ഉള്ളൂ. th മാത്രം വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അത് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കണം. അത് അല്ലെ? ഇതൊന്നും കൂടെ കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം നമുക്ക്. കണ്ടോ, ആ ടി എച്ച് എന്ന് പറയുന്ന അത്രയും മേളിൽ കയറി. അപ്പൊ ഞാനിപ്പോ ഇത്രയും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XQRT എന്ന് പറയുന്ന കമാൻഡ്, ആ മാത്തമാറ്റിക്കൽ കമാൻഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ വേണം? ഡോളർ സിമ്പിൾ വേണം. അപ്പോൾ /SQRT ഇവിടെ വരുന്നത് ഏത് പവർ ആണോ എടുക്കേണ്ടത് അത് ആദ്യത്തെ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. ആരുടെ ആണോ അതിന്റെ അകത്ത് വരേണ്ടത്, ആ വേരിയബിൾ ഏതാണോ അത് രണ്ടാമത്തെ കേർലി ബ്രാക്കറ്റിനകത്തും വരിക. ഇതെല്ലാം ഡോളർ സിമ്പിളിന്റെ അകത്തേ വരാവൂ. ഓക്കെ, പവർ എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് എന്ന് പറയുന്നത് x_apparo എന്ന് പറയുന്ന ആ സാധനമാണ്. അപ്പം ആ ഒരു കമാൻഡ് x⁻20 പ്ലസ് bx പ്ലസ് c, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സിനും കൊടുക്കണം, എനിക്ക് അതേപോലെ ഒരു പവർ കൊടുക്കണം. x⁻3 എന്ന് പറയുന്ന സാധനം കൊടുക്കണം. നോക്കാം, 3 കൊടുത്തു കഴിഞ്ഞിട്ട് കമ്പൈൽ ചെയ്യിപ്പിക്കുക. എന്ത് വരും? bx³ പ്ലസ് c ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പം പവർ എഴുതാൻ മനസ്സിലായി. അപ്പൊ സഫിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ എഴുതാം എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു ചിന്ത നമുക്ക് വരാം. അതായത് x1, x2, x3, x4 നമ്മളിപ്പോൾ സീക്വൻസുകളൊക്കെ എഴുതത്തില്ല. അപ്പൊ അതേപോലത്തെ ഒരു സംഭവം എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. വീണ്ടും അതും ഒരു മാത്തമാറ്റിക്കൽ സിമ്പിൾ ആയതുകൊണ്ട് ഡോളർ സിമ്പിളിന്റെ അകത്ത് വേണം ചെയ്യാനായിട്ട്. എക്സ് എഴുതിയിട്ട് x1, x2, x3, എക്സെട്ര. അപ്പോൾ ഇത്രയും സാധനം നമുക്കൊന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പൊ എന്ത് വരും? കമ്പൈൽ ചെയ്യിപ്പിക്കുമ്പോഴേക്കും നമുക്ക് എന്ത് വരും? x1, x2, x3 എന്ന് കിട്ടി. ഇത് നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്, സഫിക്സ് ആയിട്ടാണ് വേണ്ടത്. എക്സിന്റെ താഴെയാണ് 1 വരേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഏത് കമാൻഡാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കീബോർഡിനകത്ത്
എന്താണ് 0 കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് വരുന്ന ഒരു മൈനസ്, ഒരു ഹൈഫൺ എന്ന് പറയുന്ന സിമ്പിളിന്റെ താഴത്ത് ഒരു മൈനസിന്റെ സിമ്പിൾ യൂസ് ചെയ്യുന്ന ഇതുണ്ട്, അത് അണ്ടർസ്കോർ എന്ന് പറയും. ആ സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് താഴത്തായിട്ട് കിട്ടും. x_2 x_3 എന്നിട്ട് ഒന്നും കൂടെ കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ എന്ത് മാറ്റം വരുന്നത് നോക്കാം. കണ്ടോ, x1 x2 x3 എന്നായി. അതായത് x എഴുതിയിട്ട് ഈ അണ്ടർസ്കോർ ഇട്ടിട്ട് 1 ഇടുകയാണെങ്കിൽ അത് താഴ്ത്തു വരും. അപ്പോൾ ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ഇപ്പം ഇതൊന്നല്ല, ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ 2 അല്ല 25 ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒന്നുകൂടെ കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ എന്ത് പറ്റും, x2 5 എന്നായി. അല്ല, നമുക്ക് താഴത്തല്ല 25 എന്ന് പറയുന്ന നമ്പർ വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ അതേ ഫോർമാറ്റിൽ തന്നെ എന്ത് ചെയ്യാം, കേളി ബ്രാക്കറ്റിനകത്ത് അത് ഉൾപ്പെടുത്തിയാൽ മതിയാവും. ഓക്കെ. അപ്പം x25, x³ എന്ന് പറയുന്ന രീതിയിൽ അത് വന്നു. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അണ്ടർസ്കോർ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് കൊടുക്കുന്നത്. അല്ലാതെ വെറുതെ യൂസ് ചെയ്യുന്ന, ഷിഫ്റ്റ് ഇല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഈ ചെറിയ മൈനസ് എന്ന് പറയുന്ന ഇതായിരിക്കും വരിക. ആ അണ്ടർസ്കോർ വരാനായിട്ട് എന്ത് ചെയ്യുക, ആ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് വേണം അത് പ്രസ് ചെയ്യാനായിട്ട്. അത് താഴത്താണ് കിടക്കുന്നത്. ഓക്കെ. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കാണുമല്ലോ, എക്സെട്ര എന്ന് പറയാൻ വേണ്ടി ഞാൻ എന്താ ഉപയോഗിച്ചത്, 3 കുത്തുകളാണ്. സാധാരണ ഈ എക്സെട്ര എന്ന് പറഞ്ഞാൽ 3 കുത്തുകളാണ് എക്സെട്ര ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലാറ്റക്കിനും അതിന് എന്താണ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡോട്ടുകൾ വരാനും നമുക്ക് അതിന് പ്രത്യേക ഒരു കമാൻഡ് ഉണ്ട്. വെറുതെ നമുക്ക് 3 കുത്തിട്ടിട്ട് എഴുതാം, അല്ലെങ്കിൽ അത് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് നമുക്കൊരു കമാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ആ ഡോട്ട് ഉപയോഗിക്കാനുള്ള കമാൻഡ് എന്ന് നോക്കാം. സ്ലാഷ് ഡോട്ട്സ് എന്ന് പറഞ്ഞുള്ള കമാൻഡ് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് 3 കുത്ത് കിട്ടി. ആദ്യത്തെ മറ്റേ കുത്ത് അവിടെ തന്നെ കിടന്നോട്ടെ കേട്ടോ. ഓക്കെ. സാധാരണ ഇതിനകത്തുനിന്ന് ഒത്തിരി വ്യത്യാസമായിട്ടായിരിക്കും സ്ലാഷ് ഡോട്ട്സ് വരുന്നത്. അതിൻ്റെ ഒരു ഡിസ്റ്റൻസിന്റെ വ്യത്യാസമാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ സ്ലാഷ് ഡോട്ട്സ് എന്ന് പറയുന്ന സാധനമാണ് സാധാരണഗതിയിൽ നമ്മൾ ലാറ്റക്കിൽ ഈ 3 കുത്തിടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഈ മെട്രിക്സ് ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഡയഗണൽ പോലെ വരുന്നത്, അല്ലെങ്കിൽ ഓരോ താഴത്തേക്ക് ഡോട്ട് ഇടേണ്ട ഒരു സാഹചര്യം വരാം. അങ്ങനെ പല ടൈപ്പ് ഡോട്ടുകളുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ /c ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, അതായത് നടുക്കായിട്ട് ആ ഡോട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, /c ഡോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മെട്രിക്സ് ഒക്കെ സമയത്ത് ഡയഗണലായിട്ട് ഡോട്ട് വരണം. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ് /d ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. എന്താണ്, /d ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. നമ്മൾ എന്ത് ചെയ്യുക, മെട്രിക്സ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നതിന് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയി. d ഡോട്ട്സ് എന്ന് പറയുന്ന കമാൻഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നോക്കാം അത് ഉപയോഗിക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ഇത് കണ്ടോ, ഡയഗണലായിട്ട് വരും. അപ്പോൾ അതുപോലെ വെർട്ടിക്കലായിട്ട് താഴത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഏത് കമാൻഡാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അടുത്ത് നോക്കാം. /v ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു കമാൻഡ് നമ്മൾ കൊടുത്തു നോക്കുന്നു. ആ സമയത്ത് എന്താ വ്യത്യാസം വരുന്നത് നോക്കാം നമുക്ക്. v ഡോട്ട്സ് എന്ന് പറയുന്ന സമയത്ത് താഴത്തോട്ട് വരും. ഓക്കെ. അപ്പോൾ സാധാരണഗതിയിൽ ഡോട്ടുകൾ എന്ന് പറഞ്ഞാൽ 3 കുത്തുകളാണ് ഇടാവുന്നത്. അതിനൊന്നെങ്കിൽ നമുക്ക് ലാറ്റക്കിൽ കുറച്ചും കൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി /ഡോട്ട്സ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കാം. ചില സമയത്ത് സെൻട്രൽ ആവശ്യമായിട്ട് ഡോട്ട് ഇടേണ്ടി വരും. ആ സമയത്ത് നമുക്ക് /c ഡോട്ട്സ്, അല്ലെങ്കിൽ ഡയഗണലായിട്ടാണ് വരേണ്ടതെങ്കിൽ /d ഡോട്ട്സ്, വെർട്ടിക്കലായിട്ടാണ് വരേണ്ടതെങ്കിൽ /v ഡോട്ട്സ് എന്നിങ്ങനെയാണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഈ ഡോട്ടുകൾ ഇടാനുള്ള കമാൻഡുകൾ. അപ്പോൾ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, ഫോർത്ത് റൂട്ട്, nth റൂട്ട്, പവർ, എന്താണ് സഫിക്സ്, ഇതൊക്കെ എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇത്രയും നേരം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തൊരു കാര്യം, ഈ മാത്തമാറ്റിക്സ് ടൈപ്പിങ്ങിനെ തന്നെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇൻലൈൻ മാത്തമാറ്റിക്സും 2 എന്ന് പറയുന്നത് ഡിസ്പ്ലേ മാത്തമാറ്റിക്സും എന്ന് പറയും. എന്തൊക്കെയാണ് ഇൻലൈൻ മാത്തമാറ്റിക്സും? ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, നോക്കിയാൽ മതിയെ. ഇൻലൈൻ മാത്തമാറ്റിക്സും 2 ഡിസ്പ്ലേ മാത്തമാറ്റിക്സും.
ഇങ്ങനെയാണ് മാത്തമാറ്റിക്സ് ടൈപ്പിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിക്കൂ, എന്താണ് ഇൻലൈൻ മാത്തമാറ്റിക്സ്, എന്താണ് ഡിസ്പ്ലേ മാത്തമാറ്റിക്സ് എന്ന്. ഇൻലൈൻ മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെന്റൻസ് വെറുതെ എഴുതി ഇങ്ങനെ പോവുകയാണ്. ആ എഴുതി പോകുന്ന സമയത്ത് വരുന്ന ഇതുപോലത്തുള്ള മാത്തമാറ്റിക്സ് സിമ്പിളുകളെ പറയുന്ന പേരാണ് ഇൻലൈൻ മാത്തമാറ്റിക്സ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഇക്വേഷൻ, നമ്മളിങ്ങനെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തൊരു വലിയ ഇക്വേഷൻ എഴുതണം. ആ ഇക്വേഷൻ ഒരു പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് ഒരു സെൻട്രൽ വരുന്ന രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് എഴുതേണ്ടി വരും. അങ്ങനെ വരുന്ന മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഒരു സിംഗിൾ ഡോളർ സൈൻ്റെ അകത്ത് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഇൻലൈൻ മാത്തമാറ്റിക്സ്. അപ്പോൾ ഈ ഇൻലൈൻ മാത്തമാറ്റിക്സ് ഞാനിപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഡബിൾ ഡോളറിലാക്കി കൊടുക്കുന്നു. അതിന് ഇത്തിരി പ്രാധാന്യം കൊടുക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാനത് ഉദ്ദേശിക്കുന്നത്. ഡബിൾ ഡോളറാക്കി എന്നിട്ട് ഞാനിത് കമ്പൈൽ ചെയ്യിപ്പിക്കുകയാണ്. നോക്കുക, അപ്പോൾ കണ്ടോ, ആ റൂട്ട് എക്സ് എന്ന് പറയുന്ന സാധനം ഇച്ചിരി കൂടെ ഒരു സെൻറ്ററിലേക്ക് മാറി വന്നു. അതായത് ആ എഴുതുന്ന ഇക്വേഷന് കുറെ കൂടെ പ്രാധാന്യം കിട്ടി. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേ മാത്തമാറ്റിക്സ്. നമ്മൾ എഴുതുന്ന ഇക്വേഷനുകൾക്ക് കുറച്ചും കൂടെ അധികം പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേ മാത്തമാറ്റിക്സും. ഒരു സെന്റൻസിന്റെ ഇടയിൽ മാത്തമാറ്റിക്സ് ടൈപ്പ് ചെയ്ത് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻലൈൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതും. അപ്പോൾ സ്ക്വയർ റൂട്ട് ടൈപ്പ് ചെയ്യുന്നതും അതിന് എങ്ങനെ പ്രാധാന്യം കൊടുക്കുക, ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഡോളർ സിമ്പിളിൻ്റെ അകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഇക്വേഷന് കുറച്ചും കൂടെ പ്രാധാന്യം വരും. ഓക്കെ, അപ്പോൾ ഈ സാധനം തന്നെ ഈ ഡിസ്പ്ലേ മാത്തമാറ്റിക്സിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഇപ്പോൾ പറയേണ്ടത്, ഡിസ്പ്ലേ മാത്തമാറ്റിക്സിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് ഈ ഡബിൾ ഡോളർ സിമ്പിൾ അല്ലാതെ അത് ചെയ്യാനായിട്ട് ഒരു വഴിയും കൂടിയുണ്ട്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് /begin equation. അപ്പോൾ ഇതൊരു എൻവയോൺമെന്റ് ആണ്. ഈ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡോളർ സിമ്പിളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് എന്ത് ഇക്വേഷൻ വേണോ അത് അതിൻ്റെ അകത്ത് അങ്ങ് ടൈപ്പ് ചെയ്ത് പോയാൽ മാത്രം മതി. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ /sqrt. ഓക്കെ, /sqrt ഓഫ് RV എന്ന് പറയുന്ന ഒരു സാധനമാണ് ഞാനിവിടെ /square-root of RV എന്ന് പറയുന്ന ഒരു സാധനമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ എന്താ വരുന്നത് നോക്കാം. /square-root of RV, അതായത് ഡബിൾ ഡോളർ സിമ്പിളിൽ നമ്മൾ ഉപയോഗിച്ച് എന്താണോ ചെയ്തത് ആ സാധനം അതേ പ്രാധാന്യത്തോടു കൂടി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഈ ബിഗിൻ ഇക്വേഷനും എൻഡ് ഇക്വേഷനും എന്ന് പറയുന്ന അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കത് ഇവിടെ ഒരു സാധനം കയറി വന്ന് നടക്കുന്നുണ്ട്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും കൂടെ വന്നു. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് ഇക്വേഷനും കൂടെ വന്നു, ഇക്വേഷൻ നമ്പർ കൂടെ കാണിച്ചു. അതാണ് ഈ ഡബിൾ ഡോളർ സിമ്പിളും ബിഗിൻ ഇക്വേഷനും എൻഡ് ഇക്വേഷനും തമ്മിൽ യൂസ് ചെയ്യുന്നതിന്റെ വ്യത്യാസം. അതായത് നമ്മൾ മാത്തമാറ്റിക്സ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് വരും. അപ്പോൾ ഓരോ ഇക്വേഷൻസ് നമുക്ക് പേര് കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ /hfill എന്ന് ടൈപ്പ് ചെയ്തിട്ട് വണ്ണം ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ടൊന്ന് കമ്പൈൽ ചെയ്യിപ്പിച്ച് നോക്കാം. അതുണ്ടോ, hfill എന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ് ഇക്വേഷൻ നമ്പർ 1 അവിടെ വന്നു. അല്ലെങ്കിൽ കുറെ സ്പേസ് ഇട്ടിട്ട് അവിടെ 1 എന്ന് വേണമെങ്കിലും കൊടുക്കാം. അതായത് ഈ ഇക്വേഷൻ അതുകൊണ്ട് ഞാൻ അവിടെ √(x) എന്ന് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തു. അതിന് 1 എന്ന് ഞാൻ hfill എന്ന് ടൈപ്പ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇക്വേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഇക്വേഷൻ്റെ നമ്പർ ജനറേറ്റ് ചെയ്യും. ഇപ്പം ഞാനിത് ഒന്നും കൂടെ ഈ സാധനം കോപ്പി ചെയ്തിട്ട് താഴത്ത് ഒന്നും കൂടെ പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഒന്നുകൂടെ ഞാനിവിടെ കമ്പൈൽ ചെയ്യിപ്പിക്കുകയാണ്, ബിൽഡ് ആൻഡ് വ്യൂ. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കൂടെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻ നമ്പർ അത് എന്താവണം, ഇതുണ്ടോ, അടുത്ത ഇക്വേഷൻ വന്നു. RV R എന്ന് ചുമ്മാ വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടിയാണ് RVR എന്ന് കൊടുത്തു. അപ്പോൾ അത് ഇക്വേഷൻ നമ്പർ, അടുത്ത ഞാൻ ഇക്വേഷൻ നമ്പർ 1 മാർക്ക് ചെയ്തില്ല. അപ്പോൾ അതിന് അവിടെ വന്നത് അടുത്ത ഇക്വേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന
അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം, അതായത് നമ്മൾ ഡിസ്പ്ലേ മാത്തമാറ്റിക്സ് ഡോളർ സിംബൽ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമ്പർ തെളിയില്ല, അവിടെ ഇക്വേഷൻ നമ്പർ കൂടെ തെളിയും എന്നുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് എന്ത് കിട്ടുന്നത്, ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് നമുക്കിനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ഇക്വേഷൻസുകൾ ടൈപ്പ് ചെയ്യാനുണ്ട്. ആ ഇക്വേഷൻസുകളെല്ലാം നമുക്ക് എവിടെ ടൈപ്പ് ചെയ്യാം, ബിഗിൻ ഇക്വേഷനും എൻഡ് ഇക്വേഷന്റെയും ഇടയിൽ ടൈപ്പ്. ഓക്കെ, അപ്പം ഇക്വേഷൻസ് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, എൻഡ് റൂട്ട്, പിന്നെ സഫിക്സ് എങ്ങനെ ടൈപ്പ് ചെയ്യാം, ഇക്വേഷൻ, ബിഗിൻ ഇക്വേഷൻ എന്താണ് ഡിസ്പ്ലേ മാത്ത്, എന്താണ് ഇൻലൈൻ മാത്തമാറ്റിക്സ്, ഡിസ്പ്ലേ മാത്തമാറ്റിക്സിന്റെ അകത്ത് എന്താണ് ഡബിൾ ഡോളർ സിംബലിൽ കൊടുക്കാം, അല്ലെങ്കിൽ ബിഗിൻ ഇക്വേഷൻ എൻഡ് ഇക്വേഷനിൽ കൊടുക്കാം. അത് കൊടുക്കുന്ന സമയത്ത് ഇക്വേഷൻസിന് നമ്പർ വരും. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പം ഞാൻ വളരെ ഒരു ചെറിയ കാര്യം മാത്രമാണ് ഇക്വേഷൻ മാത്തമാറ്റിക്കൽ ടൈപ്പ് സെറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഇന്റഗ്രേഷൻ അതുപോലെയുള്ള മെട്രിക്സ് ഒക്കെ എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.